അവൾ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ജാനിയോട് ചിരിച്ചു കളിക്കുന്നുണ്ട്. അവൻ അവളെ തന്നെ നോക്കി നിന്നു. തലമുടി മുതൽ കാൽനഖം വരെ ആ പെണ്ണിനെ സ്കാൻ ചെയ്തു. എന്നും വെള്ള യൂണിഫോം സാരി ഉടുത്ത് മുടി പെൺ ചെയ്തു കണ്ടവളെ ഇന്ന് ഇങ്ങനെ കാണാൻ നല്ല ചന്തം. ശരിക്കും പഴയ റോസിനെ പോലെ തോന്നി അവന്. കുറച്ച് വണ്ണം കൂടി എന്നല്ലാതെ ഒരു മാറ്റവും അവൾക്കില്ല. ജാനിയുടെ ഡാൻസ് തുടങ്ങി. സെൻറ്റർ ജാനിയാണ്. കൂട്ടത്തിൽ ഏറ്റവും നന്നായി കളിക്കുന്നതും അവളാണ്. നമ്മുടെ ആൾ പിന്നെ ഉയരം തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ മുന്നിൽ വലത്തെ കോർണറിലാണ് നിൽക്കുന്നത്. ഡാൻസിൻ്റെ കാര്യം കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. പറ്റുന്ന പോലെ കളിക്കുന്നുണ്ട്. സാരിത്തുമ്പ് ഇടുപ്പിൽ കുത്തി പറ്റുന്ന പോലെ കളിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി അവളുടെ കൺമുന്നിൽ തന്നെ ഉറ്റുനോക്കുന്നവനെ അറിയാതെ നോക്കിപ്പോയി. അവൻ്റെ നോട്ടത്തിൻ്റെ തീക്ഷ്ണത കാരണം അവൾ ഒരു സ്റ്റെപ്പ് തന്നെ മറന്നുപോയി. പിന്നെയും എങ്ങനെ ഒപ്പിച്ച് കളിക്കുന്ന അവളെ കണ്ടതും സിജോയ്ക്കും ലിയാനയ്ക്കും പാവം തോന്നി. ഇങ്ങനെ നോക്കല്ലേടാ, നിന്റെ പെണ്ണ് തന്നെയാ. അത് സ്റ്റേജിൽ കിടന്ന് തലകറങ്ങി വീഴും ഇപ്പോൾ, സിജോ പറഞ്ഞു. വീണോട്ടെ, ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തോളും, അമി പറഞ്ഞതും ലിയ അവൻ്റെ കവിൾ പിടിച്ചു തിരിച്ചു. എൻ്റെ ഉള്ളിലുള്ള ഫെമിനിസ്റ്റ് ഉണരുന്നു. നിന്റെ നോട്ടം തന്നെ ശരിയല്ല, അവൾക്ക് അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്, ലിയ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഈ ഒറ്റ ഒന്നിനെയല്ലേ ഞാൻ നോക്കുന്നുള്ളൂ. ഞാൻ നോക്കും, അമീർ ഒന്നുകൂടി വാശി പറഞ്ഞുകൊണ്ട് തൻ്റെ മീശത്തുമ്പ് ഒന്ന് പിരിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി നോക്കി. സ്റ്റേജിലുണ്ടെങ്കിലും അവളുടെ ചിന്ത മുഴുവനും മുന്നിലിരിക്കുന്ന ചെക്കൻ്റെ നോട്ടത്തിലാണ്. താനിനി ഉടുപ്പൊന്നും ധരിച്ചില്ലേ എന്നവരെ സംശയം തോന്നിപ്പോയി അവൾക്ക്. പാട്ട് തീരാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേഗം കളിച്ചു തീർത്തു അവൾ. പാട്ട് കഴിഞ്ഞതും ഒറ്റ മോട്ടമായിരുന്നു അവൾ. അപ്പോഴേക്കും എല്ലാവർക്കും ഫുഡ് വിളമ്പാൻ തുടങ്ങി. അമീർ ചുറ്റും നോക്കി. എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. റോസിനെ മാത്രം കാണുന്നില്ല. കൺവെൻഷൻ ഹാളിൻ്റെ സൈഡായി കൊടുത്ത ചെറിയ ഗ്രീൻ റൂമിൽ അവൾ ഉണ്ടാവുമോ എന്ന് അവന് സംശയം തോന്നി. ഉറക്കി വെച്ച തമിഴ് പാട്ടുകളും ഭക്ഷണം വിളമ്പുന്ന തിരക്കിൻ്റെ ഇടയിലും അവൻ പതുക്കെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി. പ്രതീക്ഷിച്ച പോലെ ആളുണ്ടവിടെ. എന്തൊക്കെയോ മേക്കപ്പ് സാധനങ്ങൾ ബാഗിൽ തിരിച്ചു കയറ്റി വെക്കുകയാണ്. സാരിത്തുമ്പ് ഇടുപ്പിൽ ചുറ്റി മുടി അമ്മച്ചി കെട്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ ഒന്നുകൂടി പുറത്തേക്ക് നോക്കി ഉറപ്പ് വരുത്തി പതിയെ വാതിൽ ലോക്ക് ചെയ്തു. കക്ഷി DJ മ്യൂസിക്കിൻ്റെ ശബ്ദം കാരണം ഉള്ളിൽ ആൾ കയറിയതൊന്നും അറിഞ്ഞിട്ടില്ല. അവൻ പിന്നിലൂടെ അവളുടെ വയറി പിടിച്ചതും അവൾ പേടിച്ചുകൊണ്ട് ഒച്ചയിടാൻ തുടങ്ങിയതും അവൻ വാപുത്തി. പിടയണ്ട, ഇത് ഞാനാ, അവൻ പറഞ്ഞതും അവൾ ദീർഘനിശ്വാസം എടുത്തു. അവൻ കൈവിട്ടുകൊണ്ട് അവളെ തിരിച്ചു നിർത്തി. ഇപ്പോഴും വിറയും മാറിയിട്ടില്ല അവൾക്ക്. എന്തിനാ ഡ്രസ്സിംഗ് റൂമിൽ കയറി വന്നത്, അവൾ ചോദിച്ചു. ഇന്നത്തോടെ എനിക്കെല്ലാം അവസാനിപ്പിക്കണം, അമീർ ഗൗരവത്തിൽ പറഞ്ഞു. അതിനെന്തിനാ ഇങ്ങനെ? ഇപ്പോൾ അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നമ്മളെ കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും മോശം കരുതും, ചീത്തപ്പേരാകും, അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. ആ ചീത്തപ്പേര് ഞാൻ സഹിച്ചോളാം, നിന്റെ കൂടെയല്ലേ, എനിക്ക് കുഴപ്പമില്ല, അവൻ വീണ്ടും വാശിയിൽ പറഞ്ഞു. നീ എന്താ ഈ പറയുന്നത്? ലിയാന ഡോക്ടർ നിന്നെ എൻ്റെ ഒപ്പം കണ്ട എന്ത് കരുതും? നീ വിവാഹം ഉറപ്പിച്ച കാര്യം മറന്നുവോ? അവളെ കുറിച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. അവൻ അവളുടെ കൈത്തോടെ പിടിച്ച് മുന്നോട്ട് വലിച്ചു. ഇന്നലെ നിന്റെ പെണ്ണ് കാണൽ കഴിഞ്ഞപ്പോൾ നിനക്ക് നാവിന് നീളം കൂടിയല്ലോ, അവൻ ചോദിച്ചു. നീ എങ്ങനെ അറിഞ്ഞു? അവൾ ഞെട്ടലോട് ചോദിച്ചു. ഞാനറിയും, നിന്റെ എല്ലാം അറിയും. അറിയാതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. എടി മതി ഡ്രാമ, എനിക്കിനി പറ്റില്ല. ഞാൻ നിന്നോട് ഇനി പറയില്ല കരുതിയതാണ്, പക്ഷെ നീ വാ തുറക്കില്ല. എൻ്റെ കല്യാണമൊന്നും ആയിട്ടില്ല, ലിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടാണ് കല്യാണം. ഞാൻ മനഃപൂർവ്വം നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് നിന്നെ മതി, ഇനിയും നിന്നെ വിട്ടു പോകാൻ എനിക്ക് പറ്റില്ല. 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ, അമി പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞു തുളുമ്പി. ശരിക്കും സത്യമാണോ? അവൾ പോലെ അറിയാതെ അവൻ്റെ കൈയെ പിടിച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ ചിരിച്ച മുഖം ആദ്യമായി കാണുന്ന പോലെ നോക്കി. അവളുടെ കവിളിൽ 2 കൈ കൊണ്ട് പൊതിഞ്ഞു. നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ, അന്നും ഇന്നും എൻ്റെ ഉള്ളിൽ നീയേ ഉള്ളൂ പെണ്ണെ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലായി കുനിഞ്ഞുകൊണ്ട് നെറ്റി മുട്ടിച്ചു. പക്ഷെ പെട്ടെന്നാണ് അവൾക്ക് താൻ അവനോട് അടുപ്പം കാണിക്കുന്നത് ഓർമ്മ വന്നത്. ഇന്നലെ പെണ്ണ് കാണാൻ വന്ന ആളുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അപ്പൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇനി എന്തു ചെയ്യും? ഒരു ഭാഗത്ത് അമീർ, ഒരു ഭാഗത്ത് വീട്ടുകാർ. അവൾ അവനെ ഉന്തിത്തള്ളി. എനിക്കിഷ്ടമില്ല, അവൾ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഒറ്റ വീക്ക് തന്നാലുണ്ടല്ലോ എൻ്റെ കയ്യിൽ. ഇല്ല നീ ഇനി വീണ്ടും പഴയ പല്ലവി പറയാനാണ് ഉദ്ദേശം? ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഞാൻ തന്ന അത്ര കുപ്പി സൂക്ഷിച്ചുകൊണ്ട് ഈ 10 കൊല്ലം നടന്നത്? അവൻ പോക്കറ്റിൽ നിന്നും അതെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ അവനെ നോക്കി. അവൻ നിറഞ്ഞൊഴുകി. ഇഷ്ടമില്ലെങ്കിൽ ഇത് എറിഞ്ഞു പൊട്ടിക്കട്ടെ, അവനെ എറിയാൻ പോകുന്ന പോലെ അത് കയ്യിൽ പിടിച്ചതും അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു. എന്നിട്ട് നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ കാലിലേക്ക് വീണു. അവൻ പേടിച്ചുപോയി. എനിക്ക് നിന്നെ ഇഷ്ടം, പക്ഷേ എനിക്ക് പേടിയാമി,
അച്ഛനെ ഓർക്കുമ്പോൾ അമ്മച്ചയെ ഓർക്കുമ്പോൾ അവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. അവൾ പറഞ്ഞു തീർന്നതും അവൻ അവളെ പൊക്കിയെഴുന്നേൽപ്പിച്ചു. ഇത്രയും കാലം നിന്റെ തീരുമാനത്തിലല്ലേ പോയത്? ഇനിയെങ്കിലും നീ എന്നെ വിശ്വസിക്കുമോ? നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കും. ആദ്യം എതിർത്താലും നിന്റെ വീട്ടുകാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് എൻ്റെ വാക്കാണ്. ഇതിന് നീ എൻ്റെ കൂടെ നിന്നാൽ മതി. എന്നെ ഇഷ്ടമാണെന്ന് തുറന്ന് സമ്മതിക്കാൻ മടി കാട്ടാതിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നിന്റെ അവസാന ശ്വാസം വരെ നിന്റെ കൂടെ ഞാനുണ്ടാവും. ഇതെൻ്റെ വാക്കാ. ആമി പറഞ്ഞതും അവളവനെ മിഴിച്ചു നോക്കി. ഇനിയെങ്കിലും എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കൂ, അവനൊന്നുകൂടി മുന്നോട്ടാഞ്ഞു ചോദിച്ചു. എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നിന്നെ വേണം അമ്മി. എനിക്ക് നിന്നെ വേണം, അത് മാത്രമേ അറിയൂ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവൾ അവനെയും. ഐ ലവ് യു, അവൻ അവളുടെ നെറ്റിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഐ ലവ് യു ടു, അവളും ചെറിയ നാണത്തെ പൊതിഞ്ഞ ചിരിയിൽ മുഖത്ത് നോക്കാതെ പറഞ്ഞതും അവൻ അവളെ ഇടുപ്പി പൊക്കി മേശപ്പുറത്തിരുത്തി. അയ്യോ, എന്തിനാ എന്നെ പൊക്കിയിരുത്തിയേ? അവൾ ചോദിച്ചു. അതോ, എൻ്റെ റോസ് കുറച്ച് കുള്ളത്തിയാണ്. നിന്നെ കുനിഞ്ഞു നോക്കി എനിക്ക് കഴുത്ത് വേദനിക്കുന്നു. ഇനി എൻ്റെ മുഖത്ത് നോക്കി പറ ഐ ലവ് യു, അവൻ പറഞ്ഞു. അവൾക്കാകെ നാണം തോന്നി. അമീറിനെ കാണുമ്പോൾ താൻ വീണ്ടും ടീനേജുകാരി ആവുകയാണ്. ഐ ലവ് യു, വിറച്ചുകൊണ്ട് പറഞ്ഞ അവളെ ഒരു നിമിഷം മാത്രമേ നോക്കിയുള്ളൂ. അവളുടെ മുഖം ഇത്രയ്ക്ക് അടുപ്പിച്ചു കാണുകയും ഒപ്പം ഇങ്ങനെ ഒരു പ്രണയ സാക്ഷാത്കാരവും അമീറിന് വേറെ എന്തൊക്കെയോ തോന്നി. ചില ചീത്ത ചിന്തകൾ തോന്നിപ്പോയി. ഒരുമ്മ വെച്ചോട്ടെ, അവൻ പതിയെ കണ്ണു ചിമ്മി ചോദിച്ചു. അവൾ മേശപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ നിന്നു. അവൻ അവളുടെ രണ്ട് കാലിൻ്റെ നടുവിൽ കയറി നിന്ന് അവളുടെ തുടകൾ രണ്ടും ലോക്ക് ചെയ്തു. അമ്മി പ്ലീസ്, ആരെങ്കിലും കണ്ട അവൾ കെഞ്ചി. ഒരു ഉമ്മയല്ലേ, ഫസ്റ്റ് നൈറ്റ് അല്ലല്ലോ, പ്ലീസ്. അവൻ വീണ്ടും മുഖം അടുപ്പിച്ചു. അവൾ മനസ്സില്ല മനസ്സോടെ ഇരുന്നു. അവനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പേടി. അവൻ പതുക്കെ മുഖം അടുപ്പിച്ചുകൊണ്ട് കവിളിൽ ആഞ്ഞു കടിച്ചു. നിന്നെ കണ്ടാലേ കടിച്ചു തിന്നാൻ തോന്നും, അവൻ പതിയെ ചെവിയിൽ പറഞ്ഞതും റോസ് ചുവന്നു തൊടുത്ത റോസ പുഷ്പം പോലെയായി അവൻ്റെ തോളിലേക്ക് മുഖം അടുപ്പിച്ചു നിന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വയ്യ എന്ന പോലെ അവൻ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു. ശ്വാസം കിട്ടാതെ പോകുമെന്ന് തോന്നി അവൾക്ക്. അത്രയ്ക്ക് ശക്തമായി തന്നെ അവൻ്റെ കാരിരമ്പ് പോലെയുള്ള നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്നു. എന്ത് സോഫ്റ്റാണ് നീ, എനിക്കിതൊക്കെ എത്ര മിസ്സായി അറിയോ. പണ്ട് ഇതുപോലെ എത്ര കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ അന്നത്തേക്കാൾ വേറെ ഒരു ഫീൽ, അവൻ പറഞ്ഞു. അവൾക്ക് ശരിയാണ് തോന്നി. അവനെ പുണരുമ്പോൾ എന്തോ ഒരു പുതുമ തോന്നി. അമ്മി, നീ ഒരുപാട് നീളം വെച്ച പോലെ. പിന്നെ ഇപ്പോൾ ഇല്ലേ, നിനക്ക് താടി മീശയും കുറച്ചുണ്ട്. എനിക്ക് കഴുത്തിൽ കുത്തുന്നു, അവൾ എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു. ആണോ? കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലായി മുഖമമർത്തി. അവളുടെ ഉള്ളിൽ ഒരു തരിപ്പ് കയറിപ്പോയി. തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും അമ്മയ്ക്ക് അതൊരു ഹരം കയറി. അവൾ പിടയുന്നതും തൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിക്കുന്നത് കണ്ടതും അവൻ കഴുത്തിൽ ചുംബിക്കാൻ തുടങ്ങി. നാവും ചുണ്ടും ചേർന്ന ചുംബനം. റോസ് തളർന്നു പോയിരുന്നു. അവൻ്റെ നാവും ഉമ്മനീരിൽ കഴുത്തിന് നനയിച്ചുകൊണ്ട് ചെവിയിലേക്ക് കയറി കമ്മലടക്കം നുണഞ്ഞു. അവളുടെ ഉള്ളിൽ നിന്നും സീൽക്കാരം ഉയർന്നു വന്നതും അവൻ്റെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. അവൻ അവളുടെ മുഖം മുഴുവനും ചുംബിച്ചു, വാശി തീർക്കുന്ന പോലെ. അവസാനം ഏറെ കൊതിച്ച അവളുടെ ചുണ്ടുകൾ അവൻ കൊതിയോടെ സ്വന്തമാക്കി. അവളും അവനെ തിരിച്ചു ചുംബിച്ചു. പരാതിയും പരിഭവങ്ങളും നിറഞ്ഞ ചുംബനം. അവൻ്റെ നാവും പല്ലും അതിവേഗം തന്നെ തൻ്റെ നാവിനെയും ചുണ്ടിനെയും നുണഞ്ഞെടുക്കുന്നുണ്ട്. ചുംബനത്തിൻ്റെ കാര്യത്തിൽ അമീറിൻ്റെ മുന്നിൽ താൻ തോറ്റുപോകുമെന്നുവരെ തോന്നിപ്പോയി അവൾക്ക്. അവൻ്റെ വേഗതയും വഴക്കും അവൾക്ക് കിട്ടുന്നില്ല. കെട്ടിവിട്ട തൻ്റെ പുരുഷ സഹജ വികാരങ്ങൾ അവൻ്റെ വിവേകത്തെ തന്നെ തോൽപ്പിച്ചിരുന്നു. അവൻ്റെ വിരലുകൾ അവളുടെ ഉയർച്ച താഴ്ചകളെ അളന്നെടുക്കാൻ തിരക്കുകൂട്ടി. റോസ് കുതറിപ്പോയി. പക്ഷെ അമ്മി വിട്ടില്ല. അവൻ ആഗ്രഹിച്ച പോലെ തന്നെ അവളെ ഒന്ന് നെരിച്ചൊടിച്ചു അവൻ. ഒന്നല്ല, പലവട്ടം. അതിരുവിടുന്ന അമീറിൻ്റെ ചലനങ്ങളെ അവൾക്ക് നിർത്താൻ കഴിഞ്ഞില്ല. ഈ ചുംബനത്തിൻ്റെ ഇടയിൽ അവൻ തന്നെ സ്പർശിക്കാത്ത ഏതെങ്കിലും ഇടമുണ്ടോ എന്ന് അവൾക്ക് തോന്നി. തന്നിൽ നിന്നും വസ്ത്രം തന്നെ വേർപ്പെടുമോ എന്ന് അവൾക്ക് ഭയം തോന്നി. അവസാനം അവൾ ഉള്ളിലുള്ള ശക്തി മുഴുവൻ എടുത്ത് 85 കിലോ ഉള്ള ആചാന പാവുവിൻ്റെ നെഞ്ചിലായി തള്ളി. പക്ഷേ ഇപ്രാവശ്യം അവൾ വിജയിച്ചു. എന്താടി, അമ്മി ദേഷ്യത്തിൽ ചോദിച്ചു. അവൾ വിയർത്ത് ഒളിച്ചുകൊണ്ട് ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് അവനെ നോക്കുന്നുണ്ട്. പൊട്ടിയ ചുണ്ടും പാറിപ്പറന്ന മുടിയും പാതി കഴിഞ്ഞ സാരിയും. അവനൊന്ന് നോക്കി നിന്നുപോയി. മനസ്സിപ്പോഴും വേറെ എന്തൊക്കെയോ ആണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് പറ്റിയ സന്ദർഭമല്ല. അവൾ തന്നെ മോശമായി കരുതി കാണുമോ? ഒട്ടും കൺട്രോൾ ഇല്ലാത്തവൻ എന്ന് കരുതി കാണുമോ? അമ്മ കുറച്ചു നേരം ഭയത്തോടെ അവൾ നോക്കി. അവൾ തൻ്റെ സാരി നേരെ ഇട്ടുകൊണ്ട് മേശപ്പുറത്ത് നിന്നിറങ്ങി തൊട്ടടുത്തുള്ള വെള്ളക്കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ചു. എന്നിട്ട് അവനൊരു നോട്ടം നോക്കി.
ആമി ഒന്നും മിണ്ടിയില്ല. തല താഴ്ത്തി നിന്നു. അവൾ മുന്നിലുള്ള കണ്ണാടിയിൽ നോക്കി. കഴുത്ത് മുഴുവനും നനച്ചു വെച്ചിട്ടുണ്ട്. ഒപ്പം അവൻ്റെ പല്ലിൻ്റെ പാടും. അവൾ അവനെ വീണ്ടും നോക്കി പേടിപ്പിച്ചു. ഓ, എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? ഞാനിതൊന്നും പ്ലാൻ ചെയ്തതല്ല, പറ്റിപ്പോയി. ഉമ്മ വെക്കണേ എന്നേ ഉദ്ദേശിച്ചുള്ളൂ, അമ്മി പറഞ്ഞു ഒപ്പിച്ചു. എന്നിട്ട് ഉമ്മ മാത്രമാണോ വെച്ചത്? അവൾ കൈ രണ്ടും മാറിൽ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. വർഷങ്ങൾക്ക് ശേഷം സ്നേഹിച്ച പെണ്ണിനെ അടുത്ത് കിട്ടുമ്പോൾ ഏതൊരാണിനും കൺട്രോൾ പോകും. അതും ഇതുപോലെ സാരി ഉടുത്ത് സുന്ദരിയായി നിന്നാൽ. പ്രത്യേകിച്ചും ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് കരുതി സമാധാനിക്കാം, അവൻ പറഞ്ഞു. അയ്യേ, നീ ഒരു ഡോക്ടർ തന്നെയാണോ? എന്തൊക്കെ വൃത്തികേടാണ് പറയുന്നേ? റോസ് ചോദിച്ചു. ഡോക്ടറാണെന്ന് കരുതി വികാരങ്ങൾ ഉണ്ടാവാതിരിക്കുമോ? മനുഷ്യനാണ്, ഞാനൊരു പുരുഷനാണ്, എന്താ അറിയില്ലേ? നിന്നെ കാണുമ്പോൾ എൻ്റെ മെയിൽ ഹോർമോൺ അപ്പോൾ പീക്ക് ലെവലാകും, അമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ഇങ്ങനെയുള്ള തുറന്ന സംസാരങ്ങൾ അവൾക്ക് പുതുമയായിരുന്നു. ഇനി അങ്ങോട്ട് ഇത് സ്ഥിരമാണെന്ന് അവൾ അറിഞ്ഞില്ല. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അഴിഞ്ഞു വീണ മുടിയെ വൃത്തിയിൽ കോതി. നിനക്ക് തീരെ സ്റ്റാമിന ഇല്ലല്ലോ. പണ്ട് എന്നെ കയറി കിസ്സടിച്ച പെണ്ണ് തന്നെ ആണോ നീ? ഇന്ന് വേഗം ഓഫായി. പഴയ ഫയർ നിന്റെ ഉള്ളിലില്ലല്ലോ, അവൻ ചോദിച്ചു. അവൾ ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി. ഞാനൊരു ഉമ്മ വെച്ചു എന്ന് നേരാ, അതിനെ എന്നെ ഇങ്ങനെ പറഞ്ഞു കളിയാക്കേണ്ട, അവൾ പറഞ്ഞു. കളിയാക്കിയതല്ല പെണ്ണെ, അന്നത്തെ നിന്റെ ഉമ്മ തന്ന കിക്കിലാണ് ഇന്ന് ഞാനിപ്പോൾ ഈ കോയമ്പത്തൂർ നിൽക്കുന്നത്. നീയൊന്നല്ലേ തന്നുള്ളൂ. ജീവിതകാലം മുഴുവൻ അതിന് പ്രതികാരമായി ഞാൻ നിന്നെ ഉമ്മ വയ്ക്കും. ഓക്കെയാണോ? അവൻ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ വീണ്ടും ചുമന്നുപോയി. നാണിച്ചു തുടുത്ത പെണ്ണിനെ കാണുമ്പോൾ വീണ്ടും തെറ്റായ ചിന്തകളാണ്. മതി, കൂടുതൽ മുഖം ചോപ്പിച്ച് എന്നെ ഒന്നുകൂടി വഷളനാക്കേണ്ട. ഞാൻ പതുക്കെ പുറത്തു പോട്ടെ. ഞാൻ ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. എല്ലാവരും ഫുഡ് കഴിച്ചതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കാം, ആമി പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി. അവളെ ഒന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി. മീശത്തുമ്പ് കടിച്ചുകൊണ്ട് മുണ്ട് മടക്കിയവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. റോസ് കണ്ണാടി ഒന്നുകൂടി നോക്കി. താനൊരു പ്രണയിനിയായിരിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് അവൻ്റെ കൂടെയുള്ള നിമിഷങ്ങളിലാണോ എന്ന് വരെ തോന്നിപ്പോയി അവൾക്ക്. അത്രയ്ക്ക് താൻ ഇന്ന് സന്തോഷവതിയാണ്. ആമീറിനെ വിശ്വസിക്കാൻ തോന്നുന്നു. വീണ്ടും ഒരു പ്രണയ പരീക്ഷണത്തിന് അവളുടെ മനസ്സ് തയ്യാറായി.